വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് ഏവങ്കലിസ്ത സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയും 4-ാം അധ്യായം 40-41 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ട് മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യത്തേതിൽ കുഷ്ഠരോഗിയെ സ്പർശിച്ച് ശുദ്ധീകരിക്കുന്ന കർത്താവിനെയും, രണ്ടാമത്തേതിൽ രോഗികളെ സൗഖ്യമാക്കിയതിനു ശേഷം ഒറ്റപ്പെട്ട സ്ഥലത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്ന കർത്താവിനെയും. 3 ചിന്തകൾ ഈ വാക്യങ്ങളിൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുകൊടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തേത്, ദൈവത്തിൻ്റെ കൃപ സ്പർശിക്കുന്നു, പക്ഷേ കൃപയുടെ ഉറവിടം പ്രാർത്ഥനയിലാണ്. കുഷ്ഠരോഗിയെ യേശുവിനോട് വന്ന് പറയുന്നു, കർത്താവെ, നീ ഇച്ഛിച്ചാൽ എനിക്ക് ശുദ്ധീകരണം ലഭിക്കും. ഇവിടെ രോഗിയുടെ ഇച്ഛയോ ആഗ്രഹവുമല്ല, ക്രിസ്തുവിൻ്റെ മനസ്സാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തു തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചു, അവനെ സ്പർശിച്ചു, അവനെ സൗഖ്യമായി. പൗരസ്ത്യ വിശ്വാസത്തിൽ ഇത് വളരെ ആഴമുള്ള ഒരു സത്യമാണ്. പ്രത്യേകാൽ പഴയ നിയമപ്രകാരം കുഷ്ഠരോഗിയെ സ്പർശിച്ചാൽ അശുദ്ധി പകരും. പക്ഷേ ഇവിടെ അശുദ്ധിയെ കീഴടക്കുന്നതായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ദൈവികത അശുദ്ധിയെ നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സഭയിൽ കൂദാശകൾ കൃപയുടെ സ്പർശനമാണ് എന്ന് പറയുന്നത്. ആത്മീയ അർത്ഥത്തിൽ കുഷ്ഠം ശരീരത്തിൻ്റെ ഒരു രോഗം മാത്രമല്ല, അത് പാപത്തിൻ്റെ പ്രതീകമാണ്. പാപം മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കുന്നു, ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകറ്റുന്നു, ആത്മാവിനെ മങ്ങിക്കുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്പർശനം ആത്മാവിനെ ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. നാം പാപത്തിൽ വീഴുമ്പോൾ ദൈവം നമ്മെ തള്ളുകുന്നില്ല, മറിച്ച് അവൻ നമ്മെ ശുദ്ധീകരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത എന്നുള്ളത്, വിനയത്തിൻ്റെ പാഠം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആരും അറിയരുത്, നീ പുരോഹിതനോട് ചെന്ന് കാഴ്ച അർപ്പിക്കുക എന്ന് യേശു പറയുന്നുണ്ടല്ലോ. ഇവിടെ കർത്താവ് വിനയവും നിയമാനുസൃതവും പഠിപ്പിക്കുകയാണ്. പൗരസ്ത്യ സഭയിൽ ശുദ്ധീകരണം വ്യക്തിപരമായ അനുഭവം മാത്രമല്ല, സഭാസമൂഹത്തിൽ സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു വലിയ അനുഗ്രഹം കൂടിയാണ്. മൂന്നാമതായി, സൗഖ്യദാനവും പ്രാർത്ഥനയും. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 40-41 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, സന്ധ്യാസമയത്ത് എല്ലാവരും രോഗികളെ കൊണ്ടുവന്നു. കർത്താവ് ഓരോരുത്തരെയും സ്പർശിച്ച് സൗഖ്യമാക്കി. പക്ഷെ അടുത്ത വാക്യത്തിൽ യേശു തമ്പുരാൻ ഒറ്റപ്പെട്ടെടുത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി എന്ന് കാണുന്നു. ഇത് വളരെ ഗൗരവമുള്ള ഒരു പാഠമാണ്. കർത്താവ് ദൈവപുത്രനായിട്ടും പ്രാർത്ഥിച്ചു. അവൻ നമുക്ക് എത്ര അധികം പ്രാർത്ഥിക്കണം? ഓർത്തഡോക്സ് ആത്മീയതയിൽ പ്രാർത്ഥന എല്ലാ ശുശ്രൂഷകളുടെയും അടിസ്ഥാനമാണ്. നമ്മുടെ സ്നേഹം, സേവനം, പ്രവൃത്തി ഇവയെല്ലാം പ്രാർത്ഥനയിൽ നിന്നാണ് നിറയേണ്ടത്. 4 കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യത്തേത്, പാപസമ്മതം. കുഷ്ഠരോഗിയെപ്പോലെ വിനയത്തോടുകൂടി കർത്താവിൻ്റെ മുമ്പാകെ കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്, വിശുദ്ധ കുർബാന. കൃപയുടെ സ്പർശനം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. ആയതിനാൽ വിശുദ്ധ കുംഭസാരത്തിൽ കൂടി പൂർണ്ണമാവുന്ന പാപവചനം സ്വീകരിച്ച് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയുടെ അംശങ്ങളായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. നിശബ്ദ പ്രാർത്ഥന. പ്രവർത്തനത്തിൻ്റെ ഇടയിലും ഒറ്റപ്പെട്ട സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. വിനയം. സൗഖ്യം ലഭിച്ചാലും അതിനെ ഗർവായി കണക്കാക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ഇന്നും നമ്മളെ സ്പർശിക്കുന്നു. അവൻ ഇന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ ഇന്നും നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു. നാം അവൻ്റെ അടുക്കൽ വിശ്വസ്തയോടെ വരാം. അവനെ സ്പർശനം സ്വീകരിക്കാം. അവൻ്റെ മാതൃക പോലെ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കട്ടെ.